സോ നിങ്ങൾക്ക് ജർമ്മനിയിലെ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടല്ലേ? സോ ഇതിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? എന്താണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആൻഡ് നിങ്ങളുടെ ജർമ്മനിയിലേക്കുള്ള ജേർണി എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുള്ളത് എന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യമേ തന്നെ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ കയ്യിൽ ഒരു +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈവൻ ദോ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദ സെക്കൻഡ് വൺ ഈസ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ക്വാളിഫിക്കേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഹൗസ് ബിൽഡിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു B2 സർട്ടിഫിക്കറ്റ് ഹൗസ് ബിൽഡിങ്ങിന് മാൻഡേറ്ററി ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ റൈറ്റ് ഡോക്യുമെൻറ്റ്സ്. നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് CV-യും മോട്ടിവേഷൻ ലെറ്ററും പിന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി. ആൻഡ് നിങ്ങൾ ഇപ്പോഴേ ഇതോർത്ത് സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് വഴിയെ മുന്നോട്ട് പോകുന്തോറും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. സോ അടുത്തതെന്ന് പറയാൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ശ്രദ്ധിക്കണം, ഇവിടെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്നത്. സോ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം സെൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്ട് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു തെറ്റ് തന്നെ നിങ്ങൾക്ക് റിജക്ഷന് കാരണമായേക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് വിസ ആൻഡ് മൂവിങ് ടു ജർമ്മനി. നിങ്ങളുടെ കയ്യിൽ ഒരു ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്ട് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്കുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇത് ഇത്രേ ഉള്ളോ, ഇത് നമുക്ക് തന്നെ ചെയ്തുകൂടെ എന്ന്. തന്നെ ചെയ്യാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ചാൻസസ് ഡിലേ ആക്കുവാനും അല്ലെങ്കിൽ നഷ്ടപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുവാനും, അതുപോലെ നിങ്ങളുടെ ഇൻ്റർവ്യൂവും നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അയക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അതൊക്കെ ഹാൻഡിൽ ചെയ്യുവാനും, അതുപോലെ നിങ്ങളുടെ ടൈം ആൻഡ് എഫേർട്സ് നിങ്ങൾക്ക് സേവ് ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, BA ജർമ്മനിയിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും സ്പെഷ്യലായിട്ടുള്ള ഒരു വിസ ആൻഡ് പ്രോസസ്സിംഗ് ഗൈഡൻസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ BA ജർമ്മനിയിൽ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് ഇൻഫോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ വിളിച്ച് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ജർമ്മനിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ. സോ ഇത്രേ ഉള്ളൂ. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ സീരിയസ് ആണോ? ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം തന്നെ തുടങ്ങുക. BA ജർമ്മനിലൂടെ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക ആൻഡ് നിങ്ങളുടെ ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവുക. നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ cheers.